ഒന്നിന്റെ പേരിൽ, ഒന്നിന്റെ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഗുണം. ഒന്നിന്റെ പേരിലും മനുഷ്യനെ നാം ആക്രമിക്കരുത്. ഒരു കൂട്ടുകാരനെയും ഒരു കൂട്ടുകാരിയെയും ഒരാളെയും നാം ആക്രമിക്കരുത്. അക്രമം വലിയ പാപമാണ്. പരിശുദ്ധ ഖുർആൻ വലിയ പാപമായി എണ്ണി പറഞ്ഞതല്ലേ? എന്തിനാണ് മനുഷ്യന്മാർ പരസ്പരം തമ്മിലടിക്കുന്നത്? എന്തിനാണ് ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുന്നത്? ക്യാമ്പസുകൾ നിരന്തരമായ അടിപിടികളാണ് അല്ലേ? നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ചെറിയൊരു തല്ലുബന്ധം തുടങ്ങിയിട്ട് കൂട്ടത്തല്ലായി മാറുകയാണ്. ഒരു ദയാദാക്ഷിണ്യവുമില്ല, ഒരു അലിവുമില്ല, ദയവുമില്ല, കാരുണ്യമില്ല, സ്നേഹമില്ല, അലിവില്ല. ഇത് ഒരു പ്രിയപ്പെട്ട മാതാവിന്റെ പൊന്നുമോനാണ്, ഒരു പ്രിയപ്പെട്ട ഉപ്പയുടെ മകനാണ്. ഇതൊരു ജ്യേഷ്ഠന്റെ അനുജനാണ്, ഇതൊരു അനുജന്റെ ജ്യേഷ്ഠനാണ്, ഇതൊരു കുട്ടിയുടെ അമ്മാവനാണ്, ഇതൊരു കുട്ടിയുടെ അളപ്പയാണ്, ഇതൊരു കുട്ടിയുടെ ബന്ധപ്പെട്ടവരാണ്, ഇതൊരു നാടിന്റെ നല്ലൊരു അയൽവാസിയാണ്, ഇതൊരു നാടിന്റെ ഏറ്റവും വലിയ പ്രിയപുത്രനാണ്. അല്ലെങ്കിൽ ധാരാളം റോളാണ് ഒരാൾക്കുള്ളത്. നമ്മൾ കാണുന്ന ഒരാളല്ല, ഒരു മനുഷ്യന് നൂറുകണക്കിന് റോളുകൾ വഹിക്കുന്ന വലിയൊരു മനുഷ്യനാണ് ഓരോ കുട്ടിയും. നാം ആലോചിക്കണം, നമ്മുടെ മുന്നിൽ അവൻ നിങ്ങളുടെ ഒരു ശത്രു മാത്രമായിരിക്കും, പക്ഷേ അവൻ വഹിക്കുന്ന റോളുകൾ എത്രയാണ്. അത്രയും വലിയ റോളുള്ള ഒരാളെ നമുക്ക് തൊടാൻ എന്ത് അവകാശമാണുള്ളത്? ആക്രമിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഏത് സ്വാതന്ത്ര്യം അയാളുടെ മൂക്ക് വരെയാണ്. അതിനപ്പുറത്തേക്ക് ഒരാളെ തൊടാനോ സ്പർശിക്കാനോ പാടില്ല. അപ്പോ ഒന്നിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അക്രമമില്ലാത്ത ഒരു ജീവിതം അല്ലേ? എന്താ നമുക്ക് അങ്ങനെ തീരുമാനിച്ചാല് ഞാൻ കാരണം ഒരു വാഹനം വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഞാൻ കാരണം വേറൊരു വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ? നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന അവസ്ഥ, എത്ര അപകടങ്ങളാണ് നമ്മൾ ക്ഷണിച്ചു വരുന്നത്. എന്താ നമ്മൾ തീരുമാനിച്ചാൽ ഞാൻ കാരണം വേറൊരു വണ്ടി എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞാൻ കാരണം എന്റെ അയൽവാസികൾക്ക് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അങ്ങനെ നമ്മൾ തീരുമാനിക്കണം. ഞാൻ കാരണത്താൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സ് അല്ലാഹു നന്നാക്കട്ടെ. അല്ലാഹു നമ്മുടെ കൺകുളിർമയേകുന്ന പൊന്നുമക്കളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ.